അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് എന്തായാലും കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം രണ്ടാമത്തെ റൂൾ പറയുന്നത് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഷുഡ് ബി ദ മൾട്ടിപ്പിൾ ഓഫ് ദ കോമൺ ഡിഫറൻസ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് നമ്പർ എടുക്കാം, 3ഉം 2 ആയിക്കോട്ടെ, x3 x2. ഇതിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 4, 8, 12, 16, etc. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രണ്ട് നമ്പർ എടുക്കേണ്ടിയിരിക്കുന്നത് 16 - 8. അവിടെ ഞാൻ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 8 എന്ന് കിട്ടി. ഈ 8ഉം 4ഉം ഒരു കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 4 × 2 = 8 ആണ്. അതായത് ഈ 8 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ഒരു സീക്വൻസ് 5, 9, 13, etc. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈസ് 2017 എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ ക്വസ്റ്റ്യൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് വിൽ ബി 2016. അതായത് ഈ സീക്വൻസിൽ 2017 എന്ന് പറയുന്ന നമ്പർ ഒരു ടേം ആയിട്ട് വരുമോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തത് ഇതിലുള്ള ഏതെങ്കിലും രണ്ട് നമ്പറിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 2016 കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയുന്ന ഫസ്റ്റ് കാര്യം എഴുതാം. x1 = 5. ഒരു സീക്വൻസ് ഉണ്ടാവണമെങ്കിൽ അതിൽ ഫസ്റ്റ് x1 വേണം, പിന്നെ കോമൺ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 - 5 എത്രയാണ്? 4. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. 2017 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നത്. 2017 ഇതിലെ ടേം ആണെങ്കിൽ ഈ ഇവിടെയുള്ള ടേംസിന് എല്ലാ ടേംസിനും ഒരേ റിമൈൻഡർ ആയിരിക്കും എന്നുള്ളത് ഫസ്റ്റ് നോട്ടിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നോക്കാം. ആദ്യം നമ്മളൊരു ടേം എടുക്കുന്നു, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 / 4 നമുക്ക് 1 റിമൈൻഡർ കിട്ടും. അതുപോലെ തന്നെ 9 / 4 നമുക്ക് 1 റിമൈൻഡർ കിട്ടും. അതായത് 4 × 2 = 8. പിന്നെ 9 - 8 = 1. അപ്പോൾ 1 റിമൈൻഡർ കിട്ടും. ഇനി 2017-ഉം 1 റിമൈൻഡർ കിട്ടുന്നുണ്ടോ നോക്കണം. 2017 / 4 420-ൽ 5 ടൈംസ്, 70-ൽ 4 ടൈംസ്. അതായത് 4 × 4 = 60. അതായത് 17 - 60 = 1. അപ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടും. ഈ കട്ടിങ്ങൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ 2017 / 4 ചെയ്ത് നോക്കുക. ഇത് 10ാം ക്ലാസ് എത്തിയ കുട്ടിക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം എക്സാമിനൊന്നും നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടൈം സേവിങ്ങിന് ഈ കട്ടിങ് മെത്തേഡ് നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പോൾ എന്താണ് പറയുന്നത്? Therefore 2017 is a term of this sequence. ഓക്കെ, കാരണം റിമൈൻഡർ ഇവർക്ക് കിട്ടുന്ന സെയിം റിമൈൻഡർ തന്നെയാണ് 2017-നും കിട്ടുന്നത്. എപ്പം? കോമൺ ഡിഫറൻസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, സോറി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ 2016-ൻ്റെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശരി, ബി ക്വസ്റ്റ്യൻ ചെയ്യാം. ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഷുഡ് ബി 2016. ഏതെങ്കിലും രണ്ട് ടേം സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 2016 എന്ന് പറയുന്ന നമ്പർ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ 2016-നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2016 / 4. അപ്പോൾ നമുക്ക് 5, 4. നമുക്ക് എന്ത് കിട്ടും? 54 എന്ന ആൻസറും കിട്ടും. അതായത് 0 റിമൈൻഡർ ആയിരിക്കും. 0 റിമൈൻഡർ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 0 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ആണോ അല്ലേ? ആണ്. 0 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 4 × 0 = 0 അല്ലേ? അതുകൊണ്ട് ഈ 0 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് വിൽ ബി 2016 ആവാം. എന്താണെന്ന് വെച്ചാൽ ഈ 0 ഏതൊരു നമ്പറിൻ്റെയും നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്പറിൻ്റെ കൂടെയും മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 0 കിട്ടും. അതുകൊണ്ട് 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓൾ നമ്പേഴ്സ്. ഓക്കെ, അത്
അതുകൊണ്ട് the difference between any two terms in this sequence will be 2060. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതായത് നമ്മൾ ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാൻ പോവാണ്. ആൾജിബ്രൈക് ഫോം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്യണം. Algebraic form of nth term. nth term എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? xn എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ xn is equal to x1 plus n minus 1 into d. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 3, 5, 7 എക്സെട്ര ഇതിൻ്റെ nth ടേം നമ്മൾ കാണണം. അപ്പം നമ്മൾ ഇത് എഴുതും. ഈ xn is equal to ഇക്വേഷൻ എഴുതും x1 plus n minus 1 into d എന്ന് എഴുതും. ഇനി xn is equal to x1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 എത്രയാണ്? 3 ആണ്. അപ്പം 3 പ്ലസ് ഈ ഡിനെ നമ്മൾ ഉള്ളോട്ടേക്ക് കൊണ്ടുവരും. അതായത് dn മൈനസ് d. ഓക്കെ, അല്ലെ ഇതാണ് ഇതിൻ്റെ nth ടേം. ഇനി ഈ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കാണാൻ കഴിയും. 5 മൈനസ് 3 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് ഈ എന്നിലോടത്ത് ഈ ഡി ഉള്ള കോമൺ ഡിഫറൻസ് ഉള്ളിടത്ത് നമ്മൾ കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ ഇടാം. കാരണം ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് d is equal to 2 ആണ്. അപ്പം 2n മൈനസ് 2. 3 മൈനസ് 2 എത്രയാണ്? 1. സോ 1 പ്ലസ് 2n. 1 പ്ലസ് 2n ആണ് ഇതിൻ്റെ ആൾജിബ്രൈക് ഫോം. ഓക്കെ, ഇനി വേറൊരു ആൾജിബ്രൈക് ഫോമും കൂടെ ഉണ്ട്. ഇതിനേക്കാൾ എളുപ്പമായിട്ടുള്ള, ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള, മെയിൻ ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൾജിബ്രൈക് ഫോമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതാണ് സെയിം xn is equal to an plus b, വേർ a എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടി നമ്മൾ നേരത്തെ കാണിച്ച nth ഫോമിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫോമാണ് xn is equal to an plus b. അതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ആൻഡ് a പ്ലസ് b എന്ന് പറയുന്നത് ഈ എന്നിനെ അവിടെ വെച്ച് എനെയും ബിനെയും ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും, x1 കിട്ടും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, the nth term of an arithmetic sequence. Okay, ഇതിപ്പോൾ -11, -8, -5 എക്സെട്ര ഇതിൻ്റെ nth ടേം നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം xn is equal to an plus b. ഇതിൽ a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? മൈനസ് ചെയ്ത് നോക്കാം. -8 മൈനസ് -11 d is equal to, അതായത് -8 പ്ലസ് 11 is equal to 3. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 3 കിട്ടി. അപ്പോൾ നമ്മൾ a is equal to കോമൺ ഡിഫറൻസ്, അപ്പോൾ 3n പ്ലസ് ഇനി b എന്ന് പറഞ്ഞാൽ a പ്ലസ് b is equal to x1 എന്നാണ്. a പ്ലസ് b is equal to x1 എന്നാണ് പറഞ്ഞത്. a എന്താണ്? -11 പ്ലസ് a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയ 3 പ്ലസ് b നമുക്കറിയില്ല, b is equal to -11 എന്നിങ്ങനെ എഴുതാം. 3 പ്ലസ് b is equal to -11. a പ്ലസ് b is equal to x1. a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3നെ നമ്മൾ എഴുതി. b എന്ന് പറയുന്നത് നമുക്കറിയില്ല, അപ്പോൾ ബീനെ അവിടെ വെച്ച്. പിന്നെ a പ്ലസ് b ആണ് നമുക്ക് എന്ത്? -11. ഇവിടെ ഈ b-നെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3 പ്ലസ് b is equal to x1 -11 കൊടുത്തു. ഇനി 3 അങ്ങോട്ട് പോകും, അതായത് b is equal to -11 minus 3, അതായത് b is equal to -14. ബീൻ്റെ വാല്യൂ കിട്ടി -14. അപ്പോൾ 3n പ്ലസ് -14 അഥവാ 3n minus 14. ഇതാണ് അതിൻ്റെ nth ഫോം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച്
ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കുറച്ച് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ലെവലിൽ എന്ന് പറയാൻ പറ്റുന്ന ഈ ചാപ്റ്ററിൽ ഉള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The nth term of an arithmetic sequence is 5n minus 3. ഇതാണ് nth term. ഇനി നമ്മളോട് സീക്വൻസ് ഏതാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ x21 അതായത് 21st ടേം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീക്വൻസ് ചെയ്താൽ നമ്മൾ ആദ്യം ഈ ഫോം എഴുതും. xn is equal to 5n minus 3. ഇനി സീക്വൻസ് ചെയ്താൽ നമുക്ക് എന്ത് ആവശ്യമാണ്? x1ഉം കോമൺ ഡിഫറൻസും ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം 5 ഇവിടെ 5 എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പം d is equal to 5. ഇനി 5 plus 3 എന്താണ്? a plus b is equal to x1 ആണ്. ഇവിടെ 5 plus 3 എന്നല്ല എഴുതേണ്ടത്, 5 plus minus 3 എന്നാണ് എഴുതേണ്ടത്. ഈ -3 ഈ മൈനസ് അതിൻ്റെ കൂടെയുള്ള സൈഡാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ 5 plus minus 3 അതെന്തായിരിക്കും? 5 minus 3 that is 2. അപ്പം x1 എന്താണ്? 2 ആണ്. അപ്പം ഒരു സീക്വൻസ് ചെയ്താലുള്ള ബേസിക് ആയിട്ടുള്ള x1ഉം ഡിയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് ചെയ്താൽ 2, 2 plus 5 7, 7 plus 5 12, 12 plus 5 17, etc. ഓക്കെ. ഇനി 21st ടേം കാണാം. അപ്പം നമുക്ക് ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി അതായത് കോമൺ ഡിഫറൻസ് d is equal to 5 and x1 is equal to 2. ഓക്കെ. ഇനി നമ്മൾ 21st ടേം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. x21 is equal to xn is equal to 5n minus 3. അപ്പം x21 is equal to 5 into ഈ n ഉള്ളിടത്ത് നമ്മൾ 21 എന്ന് എഴുതി. അപ്പം ഈ n ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? 21 എഴുതാം. 5 into 21 minus 3. 10 into 21 210. 5 into 21 105. 105 minus 3 is equal to 102. ഇതാണ് 21st ടേം. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോയി നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് അതായത് n. നമ്പർ ഓഫ് ടേംസ് എത്ര ടേംസ്, അതായത് അരിത്തമെറ്റിക് സീക്വൻസിൽ 1 മുതൽ 100 വരെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 1 2 3 4 അങ്ങനെ 100 വരെ, ആ 100 വരെ എത്ര ടേംസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനാണ് ഈ ഇക്വേഷൻ. നമ്പർ ഓഫ് ടേംസ് is equal to n is equal to xn minus x1 by d plus 1. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് സീക്വൻസ് 10, 16, 22, എക്സെട്ര ടു 172. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ നിന്ന് തുടങ്ങി 172 വരെയാണ് ഇത് പോകുന്നത്. അതിനർത്ഥം ഇതാണ് x1, ഇതാണ് xn. അവസാനം ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും xn ആൻഡ് ഫസ്റ്റ് നമ്പറാണ് x1. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞ ഹൗ മെനി ടേംസ് എന്നാണ്. ഹൗ മെനി ടേംസ് ഇൻ ബിറ്റ്വീൻ, ഹൗ മെനി ടേംസ് ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചത്. പിന്നെ നമ്മളോട് ചോദിച്ചത് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈസ് 112 എ ടേം. ഇതിൽ ഈ 172ൻ്റെ 10ൻ്റെ ഇടയ്ക്ക് ഈ 112 112 എന്ന നമ്പർ ഇതിലൊരു ടേം ആയി വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ഹൗ മെനി ടേംസ്. നമ്പർ ഓഫ് ടേംസിനാണ് നമ്മൾ n എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എത്രയാണ്? 172. സോ 172 മൈനസ് x1 10. 10 by common difference 16 minus 10. Common difference 16 minus 10 is equal to 6. Common difference is 6 by 6 plus 1. 172 minus 10, that is 162 by 6 plus 1. 162 by 6 plus 1 is equal to 27 plus 1 is equal to 28. അപ്പം n ന്റെ വാല്യൂ 28. നമ്പർ ഓഫ് ടേംസ് is equal to 28 ടേംസ് ഉണ്ട്. ഈ 10 മുതൽ 172 വരെ 28 ടേംസ് ആണ് ഈ സീക്വൻസിൽ ഉള്ളത്. ഇനി നമ്മളോട് പറഞ്ഞ ഈ 112 is a term of the sequence എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. അതായത് 10 എടുക്കാം. 10 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 4 ആണ് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ. അതായത് 10 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 1. ഇതാണ് റിമൈൻഡർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 112 എന്ന് എടുക്കുക. 112 ഡിവൈഡഡ് ബൈ 6. 1 time 5 62 ടേംസ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4 റിമൈൻഡർ കിട്ടും. അതുകൊണ്ട് ഈ 112 is a term of this sequence എന്ന് നമുക്ക് പറയാം. അപ്പം ഹൗ മെനി ടേംസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 28 കിട്ടി. ഈസ് 112 എ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് ചോദിച്ചപ്പം അതേ ടേം ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി കുറച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 to അങ്ങോട്ട് പോകുന്ന നമ്പേഴ്സ് 1 2 3 അങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം, അതായത് SN. ആ നമ്പേഴ്സിൻ്റെ സം SN ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിലാണ്. ഇനി അടുത്തതുണ്ട് SN. സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ഇത് ഏത് കേസിലാണ്? ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ. ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ളത്. ഇനി അടുത്തത് SN ഈസ് ഈക്വൽ ടു n സ്ക്വയർ അഥവാ n ഇൻറ്റു n. അത് ഏത് കേസിലാണ്? ഓഡ് നമ്പേഴ്സിൽ. ഇതൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നാച്ചുറൽ നമ്പറിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. നാച്ചുറൽ നമ്പേഴ്സ് വരുന്ന 1 മുതൽ 100 വരെ, അതായത് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഫൈൻഡ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 to 100. 1 to 100 വരെയുള്ള സമ്മ് നമ്മൾ നോക്കാം. അപ്പം SN ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. അവിടെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പം എന്നിൻ്റെ സ്ഥലത്ത് S100, സം ഓഫ് 100 ടേംസ്. എന്നിൻ്റെ സ്ഥലത്ത് 100, കാരണം ഇതാണ് x1, ഇതാണ് xn. അപ്പം S100 ഈസ് ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 100 ഇട്ട് കൊടുക്കുക. 100 ഇൻറ്റു 100 പ്ലസ് 1/2. അപ്പോൾ നോക്കാം. പ്ലസ് 100 ഇത് ഇൻറ്റു 100 പ്ലസ് 100 into 1 divided by 2. 0
100 divided by 2 is equal to 5 5050. ഇതാണ് 1 മുതൽ 100 വരെയുള്ള നമ്പർ നമ്മൾ പ്ലസ് പ്ലസ് ആഡ് ചെയ്താൽ നമുക്ക് 5050 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഇനി നമുക്ക് ഓഡ് നമ്പറിൻ്റെ കേസ് ചെയ്ത് നോക്കാം. സോറി, ഈവൻ നമ്പറിൻ്റെ കേസ് ചെയ്ത് നോക്കാം. ഈവൻ നമ്പറിൽ ഇതാണ് ഇക്വേഷൻ. ഈവൻ നമ്പർ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ സം ഓഫ് n natural numbers from 1 to 201 of even numbers. That is question ആണ് എടുക്കുക. Find the sum of first 100 even number. Find the sum of first 100 even number എന്ന് പറയുമ്പോൾ ഈവൻ നമ്പറിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. അപ്പം S100 is equal to 100 into 100 plus 1. 100 into 100 10000 plus 100 into 1 100 is equal to 10100. Okay. ഇനി നമ്മളോട് ഓഡ് നമ്പർ എന്നതാണെന്ന് ചോദിച്ചത്. ഓഡ് നമ്പറിൻ്റെതാകുമ്പം SN is equal to n square. ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനാണ് ചോദിക്കുന്നത്. അപ്പം SN is equal to n square, അതായത് S100 is equal to 100 square, അതായത് 100 into 100 is equal to 10000. Okay. ഇനി നമ്മൾ സം ഓഫ് എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, if x1 x2 x3 etc till xn is an arithmetic sequence. arithmetic sequence ആണെന്ന് വിചാരിക്കുക. എന്നാൽ x1 മുതൽ xn വരെയുള്ള നമ്പേഴ്സിനെ ഫുൾ ആഡ് ചെയ്യണം. അതിനുള്ള ഇക്വേഷനാണ്, അതായത് സം ഓഫ് ദി നമ്പേഴ്സ് ഫ്രം x1 to xn is equal to, അതായത് sn is equal to n/2 into xn plus x1. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ നാച്ചുറൽ നമ്പേഴ്സിനെയും ഓഡ് നമ്പേഴ്സിനെയും ഈവൻ നമ്പേഴ്സിൻ്റെയും സമ്മ് കാണാനുള്ളത് നേരത്തെ ആണ് ചെയ്തത്. എന്നാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആകുമ്പോൾ ആ സീക്വൻസിൽ എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കാണണമെങ്കിൽ അതിനുള്ള ഇക്വേഷനാണ് SN is equal to n/2 into xn plus x1. ഞാനൊരു പ്രോബ്ലം ചെയ്തുതരാം, അപ്പം നോക്കാം. SN is equal to n/2 into xn plus x1. അതായത് ഇതൊരു സീക്വൻസ് ആണ്, 4, 7, 10, etc. till 67. ഇതിലെ സമ്മ് കാണും, അതായത് SN is equal to n/2 into xn plus x1. അപ്പം ഇവിടെ n നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ 67 വരെ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. ഈ 4 മുതൽ 67 വരെ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് ഇക്വേഷൻ ചെയ്യും? n is equal to xn minus x1 by de plus 1. ഇത് ചെയ്യും. xn എന്താണ്? 67 minus 4 by കോമൺ ഡിഫറൻസ് 7 minus 4 3 plus 1 63 by 3 plus 1 21 plus 1 is equal to 22. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് n is equal to 22 എന്ന് കിട്ടി. ഇനി നമ്മൾ അത് ഈ സമ്മ്
സമ്മിൽ ഈ ഇക്വേഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് S22 is equal to 22/2 into xn 67 plus x1 4. 22 divided by 2 11. 11 into 67 plus 4. 11 into 67 plus 4 എത്രയാണ്? 71 അല്ലേ? അപ്പോൾ നമുക്ക് 781 ഇത്രയും നമ്പറിൻ്റെ സമ്മ്, ഇത്രയും നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 781 ആയിരിക്കും ഇതിൻ്റെ സമ്മ് കിട്ടുക. ഓക്കെ.